സഹാബത്തെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സഹാബ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ് സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും എന്ത് സംഭവിക്കുക ഖിയാമത്ത് നാൾ സംഭവിക്കുക അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി وفي روايه മറ്റൊരു റിവായത്തിലൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം قال رسول الله صلى الله عليه وسلم لا تقوم الساعه സഹാബത്തെ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സഹാബ അലാ അഹദി യഖൂലു അല്ലാഹ് എന്ന് ഈ ഭൂമി ലോകത്ത് ഒരാളെങ്കിലും പറയുന്നത് അവശേഷിക്കുന്ന സമയത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി لا تقوم الساعة على أحد يقول الله ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവനായ പടച്ച റബ്ബുരാനെ ദിക്ർ ചൊല്ലുന്നതാകുന്ന ഒരു വ്യക്തി ഭൂമി ലോകത്ത് ഉണ്ടായിരിക്കെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ മനസ്സിലായോ ഒരാളെങ്കിലും അല്ലാഹ് എന്ന് പറയുന്ന കാലഘട്ടത്തിലോളം ഇവിടെ എന്തുണ്ടാവൂല ഖിയാമത്ത് നാൾ ഉണ്ടാവൂല ആര് പറയുന്നു അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവരും ചൊല്ലിക്കുക അല്ലാഹ് 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 എന്ന് ഈ ഭൂമിയത്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തോളം എന്ത് സംഭവിക്കൂല ഖിയാമത്ത് നാൾ സംഭവിക്കൂല സുഖമുണ്ടല്ലോ അല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടത് എപ്പോഴും അങ്ങനെ പറയൂലേ എല്ലാരെ കൊണ്ടും മറപ്പിക്കും ആ സമയത്തായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ വിപത്തുകളിൽ നിന്ന് അല്ലാഹു മുസ്ലിം സമുദായത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇതിന്റെ ഒരുപാട് അടയാളങ്ങൾ പറയുന്നു വമിൻഹാ അലാമത്തുൽ കുബ്റ വഅലാമത്തുൽ സുഗ്റ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പരിശുദ്ധ ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് ആയാത്തുകൾ വ്യക്തമാക്കി ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വലിയ അടയാളങ്ങളുമുണ്ട് ചെറിയ അടയാളങ്ങളുമുണ്ട് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ അടയാളങ്ങളെ ഉലമാക്കൾ വേർതിരിച്ചിരിക്കുന്നത് ഖിസ്മുൻ ലഹറ വൻഖലാ വഖിസ്മുൻ യൽഹർ വയൻഖലി വഖിസ്മുൻ ലം യൽഹർ വലം യൻഖലി മൂന്നായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത് മൂന്ന് വിഭാഗമായിട്ടാണ് മൂന്ന് തരത്തിലായിട്ടാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ ഉലമാക്കൾ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഖിസ്മുൻ ലഹറ വൻഖലാ ആ അടയാളം വരികയും ചെയ്തു അത് കഴിഞ്ഞു കടക്കുകയും ചെയ്തു അതേതാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ഭുജാതനായത് പ്രവാചകൻ വന്നു നബുവത്ത് കിട്ടി അഷ്റഫുൽ ഖൽഖ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി അവിടുത്തെ വഫാത്ത് കഴിഞ്ഞു പോയി അവിടുത്തെ ജീവിതം ഈ ലോകത്ത് അവസാനിച്ചു അത് ഒരു അടയാളമാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരുപാട് അടയാളങ്ങൾ പ്രവാചകൻ വരികയും ചെയ്തു പോവുകയും ചെയ്തു രണ്ടാമത്തേത് ഇതുവരെ വരാത്തതാകുന്ന ചില അടയാളങ്ങൾ ഇതുവരെ വന്നിട്ടേ ഇല്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ മഹദി ഇമാമിന്റെ വരവ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആ ശത്രുക്കൾ അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യക്തമാക്കിയതാണ് ഇന്നി മുത്തവഫീക വറാഫിഉക ഇലയ്യ നിങ്ങളെ നാം ഉയർത്തി അവിടുത്തെ ഈ ദുനിയാവിലുള്ള പ്രബോധനം പൂർത്തീകരിച്ചിട്ട് എന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു പരിശുദ്ധമായ ഖുർആൻ നാളെ ദമസ്കസിന്റെ വെള്ളമിനാരങ്ങൾ രണ്ട് മലക്കിന്റെ ചിറകിൻ കീഴിലായിട്ട് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
രണ്ട് മലക്കുകളുടെ ചിറകിൻ കീഴിലായിട്ട് ദമസ്കസിന്റെ വെള്ളമിനാരത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമത്രേ. എന്നിട്ട് ഈ ലോകത്ത് പ്രബോധനം ചെയ്യും. ഏത് ശരീഅത്തനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ച്. കാരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഈ ലോകത്ത് കടന്നു വരുമ്പോ ആരുടെ ശരീഅത്താണ് ഇവിടെ നിലനിൽക്കുക? ഈസാ നബിയുടെ ശരീഅത്തല്ല, അത് മുൻ കഴിഞ്ഞു പോയ ശരീഅത്താണ്. ഇവിടെ നിലനിൽക്കുന്ന ആരുടെ ശരീഅത്താണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്താണ്, മത നിയമങ്ങളാണ്. ആ മത നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് പ്രബോധനം ആര് നടത്തും? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 1,24,000 പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തേക്ക് അയച്ചു. അതിൽ 313 മുർസലീങ്ങളെ ദഅവത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരുന്നില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ, പ്രബോധന ദൗത്യം ആർക്കില്ലായിരുന്നു? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനില്ലായിരുന്നു. ആർക്കാ പ്രബോധന ദൗത്യം തുടങ്ങി വെച്ചത്? സയ്യിദുനാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്കാണ് ശരീഅത്ത് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ മത നിയമങ്ങൾ കടന്നു വന്നത്. അവിടെ മുതൽക്കാണ് ദീനിന്റെ പ്രബോധനം നടന്നു വന്നത്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രബോധനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ, ജനങ്ങളിൽ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായപ്പോൾ ജനങ്ങൾക്ക് വികാസം പ്രാപിച്ചു. ആളുകൾ കൂടി അവരിൽ പ്രബോധനം നടത്തൽ അനിവാര്യമായി. ആ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ നിയമങ്ങളെ, ആ നിയമങ്ങളെ, കൽപ്പനകളെ, അതിന്റെ നിരോധനങ്ങളെ വ്യക്തമാക്കി കൊടുത്തു, അത് മനസ്സിലാക്കി കൊടുത്തു. അതുമായി പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് നാം ഒരു ശരീഅത്ത് നൽകി. ആ ശരീഅത്ത് ആരുടെ ശരീഅത്താണ്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മത നിയമങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശറഅ ലക്കും മിനദ്ദീനി മാ വസാ ബിഹി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ നാം ഏത് മത നിയമമാണോ അദ്ദേഹത്തിന് നാം നൽകിയത്, അദ്ദേഹത്തോട് നാം ഉപദേശിച്ചത്, ആ മത നിയമം തന്നെ അവിടുത്തേക്ക് നാം നൽകുകയത്രേ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് മതത്തിന്റെ പ്രബോധനം നടത്തി. 313 മുർസലീങ്ങൾ അവരാണ് ഈ ലോകത്ത് പ്രബോധനം നടത്തിയത്. അവരുടെ പേരിലാണ് നമ്മുടെ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയതും. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ഈ സദസ്സ് ധന്യമാണ്. കാരണം എന്താണ്? അവർ നടത്തിയത് ഈ ലോകത്ത് മതത്തിന്റെ പ്രബോധനമാണ്. അവരുടെ അതേ ശരീഅത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്നും മതത്തിന്റെ പ്രബോധനം നടത്താൻ നമ്മുടെ മഹല്ല് ബന്ധപ്പെട്ടു. അതുമായി ഉലമാക്കൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടത് കേൾക്കാൻ വേണ്ടി നാട്ടുകാരാണ് നമ്മൾ ഒരുമിച്ച് കൂടി. അല്ലാഹു നമ്മൾ കേൾക്കുന്ന ഈ അറിവിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തുമായി ഈ ലോകത്തേക്ക് കടന്നു വരും. അദ്ദേഹം ആ ശരീഅത്തുമായി ഈ ലോകത്ത് നിലകൊള്ളും. ബാബിലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ തെമ്മാടിയായി കടന്നു വരുന്നതാകുന്ന ദജ്ജാലിനെ വധിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഓടിച്ചോടിച്ചു പോവാൻ ഒരുപാട് വിഷയങ്ങൾ, ദജ്ജാലിന്റെ വിശേഷണങ്ങളൊക്കെ പരിശുദ്ധ ഹദീസുകളിലുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഒറ്റക്കണ്ണനാണെന്നും അവന്റെ നെറ്റിത്തടത്തിൽ കാഫിർ എന്ന പദം എഴുതിയിട്ടുണ്ട് എന്നുമൊക്കെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമീമുദ്ദാരി ഉദ്ധരിച്ച ഹദീസ് വെച്ചുകൊണ്ട് ഇമാം മുസ്ലിം ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വധിക്കും ആരെ? ദജ്ജാലിനെ ബാബിലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ആര് മരണപ്പെടും? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടും. അദ്ദേഹം വഫാത്തായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊണ്ടുവന്ന് മറവാടുന്നത് എവിടെയാണ്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തായിരിക്കും ആരുടെ ശരീരം കൊണ്ടുവന്ന് മറവാടപ്പെടുക? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാം കഴിഞ്ഞു, എല്ലാവരും അവസാനിച്ചു. ഈ ലോകത്തെല്ലാ അമ്പിയാക്കളും അവസാനിച്ചു, ഔലിയാക്കളും മഹത്തുക്കളും എല്ലാവരും തീർന്നു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരമാവുന്ന കാറ്റിനെ പറഞ്ഞേക്കും. നല്ല ഒരു കാറ്റ്. ആ കാറ്റ് വന്നുകൊണ്ട് ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും മുഅ്മിനാത്തുകളുടെ മേലും പതിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു കാറ്റിനെ കൊണ്ട് പറഞ്ഞേക്കും. ആ കാറ്റ് വന്നുകൊണ്ട് മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ശരീരത്തിൽ വന്നുകൊണ്ട് തട്ടും. അതോടുകൂടി അവർ വഫാത്താകും അഥവാ മരണപ്പെട്ടു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആളുകളൊക്കെ അങ്ങ് മരിക്കും, എല്ലാവരും മരിക്കും. നല്ല ആളുകളെ മുഴുവൻ മരിക്കും. അല്ലാഹു നല്ലൊരു കാറ്റങ്ങ് അയച്ചു കൊടുക്കാൻ. അവസാനമായി ശേഷിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഖൂമു ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല സഹാബ ഇല്ലാ അലാ ശറാറിൽ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് അവസാനമായിട്ടുണ്ടാവുക. അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക. അഥവാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് പോലും അവന്റെ നാവിന് മുമ്പിൽ ഉണ്ടാവൂല. അത്തരത്തിൽ മോശപ്പെട്ട ആളുകളായിരിക്കും. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിനും അല്ലാഹു കാക്കുമാറാവട്ടെ. ആ കസേരയില്ലെന്ന് തോന്നിയിട്ടല്ലേ ഇവിടെ ബെഞ്ചുണ്ട്. ആ ബെഞ്ച് വേണം എടുത്തോണ്ട് ഇതാ വെറുതെ കിടക്കല്ലേ. രണ്ട് ബെഞ്ചുണ്ട്. അതിന്റെ കാലൊടിഞ്ഞാണോ നോക്കിക്കോണേ. ഇങ്ങോട്ട് മുമ്പിലോട്ട് കയറ്റണോ ഇനി? സൗകര്യം ഉണ്ടോ പറയുന്നു? കൂടെ ഒന്ന് മുമ്പോട്ടൊന്ന് കയറിയിരുന്നു. എല്ലാവരും കസേരയായിട്ട് ബിസ്മില്ലാ. അതാകുമ്പോ ബാക്കിലുള്ള ഭർത്താവ് അറിയാതെ അവർക്ക് എടുത്ത് മാറ്റിയത് 500,000. ഇനി ഇതിപ്പോ അത് ഇവിടെ കൊണ്ട് മാറ്റി പഠിച്ചവനെ ആകെപ്പെട്ടിരിക്കുക. അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വർത്തമാനങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് അല്ലാഹു നമുക്ക് മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മോശപ്പെട്ട ആളുകളാകാൻ നിൽക്കരുത്. കാരണം എന്താ? അവരുടെ മേലായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നാണ് പ്രവാചകന്റെ മുന്നറിയിപ്പുള്ളത്. ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വെറുക്കപ്പെട്ട അല്ലാഹുവിനെ ഏറ്റവും നികൃഷ്ടരാകുന്ന ആളുകളായിരിക്കും ആ സമയത്തുണ്ടാവുക. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളായിരിക്കും. കാരണം എന്താ? അതുകൊണ്ടാണല്ലോ ഏറ്റവും ശിറാറുൽ ഖൽഖി എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ അടക്കമുള്ള ഉലമാക്കൾ പറഞ്ഞു, അവർ ഈ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കും, ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്, നടക്കാൻ പോകുന്ന സംഭവമല്ലേ. ഇന്നിപ്പോ പഴയ കാലഘട്ടത്തിൽ ശാസ്ത്രം വരെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവൂല. ഇന്നിപ്പോ ശാസ്ത്രമൊക്കെ അംഗീകരിച്ചു, ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്ര ഗോണങ്ങൾക്കും ഒക്കെ ഒരവസാനമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ചു. ആർക്കും അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, ഈ ഭൂമിയെ, ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങൾ ഗോളങ്ങളെയൊക്കെ അല്ലാഹു ഇങ്ങനെ വിശാലമാക്കി തന്നിരിക്കുകയാണ്. അതിനൊക്കെ വിശാലമാക്കുകയാണ്. ഇന്നും ഓരോ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ശാസ്ത്രം കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ആകാശത്തെയും അതിനോടനുബന്ധമാകുന്ന വസ്തുതകളെയും എല്ലാം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇതെല്ലാം നശിക്കാൻ പോകും. ഇതൊക്കെ ഒന്ന് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്.
നമ്മൾ കാണുന്ന നമ്മുടെ കൺമുന്നിലുള്ളതും കാണാത്തതുമാകുന്ന എല്ലാ വസ്തുക്കളും നശിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ അവസ്ഥയെ പറ്റി ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്നെല്ലാം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിന്റെ അവസ്ഥയിലാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു എന്തായിരിക്കും അവരവസ്ഥ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് ചോദിച്ചത് എന്ന് ഹദീസിൽ കാണാം. യാ റസൂലല്ലാഹ് മാ ആയതു തുലൂഇ ശംസി മാ ആയതു തുലൂഇ ശംസി. അല്ലാഹുവിന്റെ റസൂലിനോട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് നബി തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്വർഗ്ഗത്തെ കുറിച്ചുകൊണ്ടും കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ചുകൊണ്ടും ഈ ലോകത്ത് നിന്ന് സർവ്വ വസ്തുക്കളും നശിക്കുന്നതിനെ കുറിച്ചുകൊണ്ടും ഖിയാമത്ത് നാളിനെ കുറിച്ചുകൊണ്ടും റസൂൽ അനുയായികളോട് വാചാലനാവുമ്പോ ഒരു അനുയായി എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ നബിയേ മാ ആയതു തുലൂഇ ശംസി യാ ഹബീബല്ലാഹ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാകുന്ന ദിവസത്തിൽ, ആ ദിവസത്തിൽ സൂര്യൻ എത്രത്തോളമാണ് ഉദിക്കുക നബിയേ? സൂര്യൻ എത്രത്തോളം ഉദിക്കും നബിയേ? അതിന്റെ നീളം എത്രയാണ്? അതിന്റെ ദൈർഘ്യം എത്രയാണ്? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തതൂലു തിൽകൽ ലൈലത ഖദറ ലൈലതൈൻ. സൂര്യന്റെ ഉദയത്തെ കുറിച്ച്, അതിന്റെ അസ്തമയത്തെ കുറിച്ച് നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് അതിന്റെ തലേ ദിവസത്തെ രാവ് 2 രാത്രിയുടെ അളവെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ രാവ് നമുക്ക് ഒറ്റ രാവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഖിയാമത്ത് നാളിന്റെ രാവ് അത് 2 രാത്രിയുടെ ദൈർഘ്യതയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തതൂലു തിൽകൽ ലൈല ഖദറ ലൈലതൈൻ. സഹാബത്തെ സഹാബത്തെ ഖിയാമത്ത് നാളിന്റെ രാത്രി അതിന്റെ തലേ ദിവസത്തേതാകുന്ന അവസ്ഥ അറിയണോ സഹാബ? 2 രാത്രിയുടെ അളവാണ് അതിനുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 രാത്രി നീളം കൂടും. എന്തിന്? ആ ഖിയാമത്ത് നാളിന്റെ തലേ ദിവസത്തെ രാവ്. ആര് പറയുന്നു? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. സൂര്യൻ എവിടെ നിന്ന് ഉദിക്കും? പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. പടിഞ്ഞാറ് ഉദിക്കും. അപ്പൊ ആ രാത്രിയുടെ അടയാളം എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ രാത്രി എന്തായിരിക്കും? പടിഞ്ഞാറ് ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയെത്തും. 2 രാത്രിയുടെ ദൈർഘ്യതയായിരിക്കും അതിനുണ്ടാവുക, സമയമായിരിക്കും ഉണ്ടാകുക. അപ്പൊ മനസ്സിലാക്കണം എന്താ സംഭവിച്ചത്? ഖിയാമത്ത് നാളാണ്. ആരും ആത്മഹത്യ ചെയ്യാനൊന്നും ഒരുങ്ങണ്ട, അത് മനസ്സിലാക്കിക്കൊള്ളുക. അന്നായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വിപത്തുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തദഉ ഫിത്നതാ ലാ തദഉ ഫിത്നതാ ഖബല ഖിയാമ ലാ തദഉ ബൈത മുസ്ലിമിൻ. ഒരു മുസ്ലിമിന്റെ വീട് പോലും ഉപേക്ഷിക്കാത്ത നിനക്ക് ഒരു ഫിത്ന കടന്നു വരുമേ, ഒരു ഫിത്നയുണ്ടാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമല്ലയോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായ അമേരിക്കയുടെ നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിയുമോ സഹോദര? അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? അറിയുമോ? ഈ ലോകം മുഴുവനും തങ്ങളുടെ കാൽ കീഴിലാക്കി വെച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃപടവും അലങ്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിലേക്ക് ഇന്നലെ കയറിപ്പറ്റിയ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിയണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ നിനക്കുണ്ടാവണേ. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത്, ഒരു മുസ്ലിമിനെയും ഞാൻ വെറുതെ വിടുകയില്ല. ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടൂല. ഒരു മുസ്ലിമിനെ ഞാൻ വെറുതെ വിടൂല. ആരെങ്കിലും അങ്ങനെ പറയൂ? സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ സ്ഥാനമർത്തിക്കുന്ന സമയത്ത് ഒരാളും അങ്ങനെ പറയൂല. കാരണം എന്താ? എല്ലാവരെയും ഇണക്കി നിർത്താനേ ശ്രമിക്കുക.
ഒരു മതത്തെയും വിദ്വേഷം പുലർത്തുന്ന ഒരു വർത്തമാനം ആരും പറയൂല. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു വിദേശിയോ ഒരു സ്വദേശിയോ മുസ്ലിമാകുന്ന വ്യക്തികളെയോ ഞാൻ വെച്ച് പുലർത്തുകയില്ല. അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിയാൽ ഒരു മുസ്ലിമാനെ ജീവനോട് ഈ ഭൂമുഖത്ത് ഞാൻ വെച്ചേക്കുകയില്ല എന്ന്, അമേരിക്കയിൽ ജീവനോട് ഞാൻ വെച്ചേക്കുകയില്ല എന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്ന് അമേരിക്കയുടെ ചെങ്കോല് പിടിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല, ഒരു ഫിത്നയും ഒഴിവാവുകയില്ല. ഒരു ഫിത്നയും ലോകത്തിന് സമൂലമായി കടന്നു വരുമേ, ഈ ലോകത്തിന്റെ സമസ്ത മേഖലകളിൽ അടിച്ചു വീശുമേ, അത് ഉപേക്ഷിക്കുകയില്ല. ഒരു മുസ്ലിമിന്റെ വീട് പോലും ആ ഫിത്ന കടന്നു വരാതെ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ മുസ്ലിമിന്റെ വീടുകളിലും ആ ഫിത്ന എത്തും. അശ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രവാചകൻ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ എത്ര അടയാളങ്ങൾ പറഞ്ഞു? വഖിസുമുൻ യൽഹറു വയൻഖലി. ഇതുവരെ പ്രകടമാകുന്ന കഴിഞ്ഞു പോകുന്നതാകുന്ന ചില അടയാളങ്ങൾ വരികയും ചെയ്തു പോവുകയും ചെയ്തു. പ്രവാചകന്റെ വരവും പോക്കും പോലെ അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അടുത്തോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഇവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കടത്തിയിട്ടുമില്ല. അങ്ങനത്തെ അടയാളങ്ങളാണ് ആരെന്ന് പറയുന്നത് മഹദി ഇമാമും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവരൊക്കെ ഇനി വരാനുള്ള അടയാളങ്ങളാണ്. ഇതുവരെ വന്നിട്ടുമില്ല, കഴിഞ്ഞു കിടന്നിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിയായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ അശ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ അടയാളങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് അടയാളങ്ങൾ, അതിൽ വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി എണ്ണിയിട്ടുണ്ട്. പലിശ അധികരിക്കുന്നത്, കള്ളുകൂടി അധികരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വ്യഭിചാരം അധികരിക്കുന്നത്, അങ്ങനെ എത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ട് പറഞ്ഞു. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, അവസാനം എത്രത്തോളം എന്നറിയുമോ? വമിൻഹാ നികാഹുർ റജുലി അർറജുല. പ്രവാചകൻ പറയാ, പുരുഷൻ അവന്റെ കൂട്ടത്തിൽപ്പെട്ടതാകുന്ന പുരുഷന്മാരെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലേ, ഇന്നിപ്പോ അങ്ങനെയല്ലേ? ശസ്ത്രക്രിയ നടത്തിയിട്ട് സ്ത്രീകൾ പുരുഷന്റെ കോലം കെട്ടുന്നു. അതല്ല, പുരുഷന്മാരെ തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാലഘട്ടം പോയില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വമിൻഹാ നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഖിയാമത്ത് നാളിന്റെ അടയാളത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്തേ വമിൻഹാ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് നികാഹുർ റജുലി അർറജുല. പുരുഷൻ അവന്റെ വർഗത്തിൽപ്പെട്ടതാകുന്ന പുരുഷന്മാരെ കൊണ്ട് ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ വനികാഹുൽ മർഅതി അൽ മർഅത. സ്ത്രീകൾ അവരുടെ വർഗത്തിൽപ്പെട്ടതാകുന്ന സ്ത്രീകളെ കൊണ്ട് തന്നെ ലൈംഗിക വീഴ്ചയെടുത്ത് തൃപ്തിയടയുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്യം ഈ കാലഘട്ടത്തിൽ പുലർന്നില്ലയോ? എത്രയെത്ര പുരുഷന്മാരാണ് അവരുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെ അവർ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്. എത്രയെത്ര സഹോദരിമാരാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ടതാകുന്ന അല്ലെങ്കിൽ അന്യരാകുന്നതാകുന്ന സഹോദരിമാര് തന്റെ ജീവിതത്തിന്റെ സഖിയാക്കി തുണയാക്കിക്കൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനികാഹുൽ മർഅതി അൽ മർഅത.
സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തെ കൊണ്ട് തന്നെ അവരതാ താല്പര്യപ്പെടുന്ന കാലഘട്ടം വന്നാൽ അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും സഹബ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമിൻഹാ വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹബ. വ്യഭിചാരം നിങ്ങൾ നോക്കുമ്പോ വഴിയരികൾ പോലും ഇരുന്നുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണും സഹബ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സാഅ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തരീഖ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരു കാലഘട്ടം കടന്നു വരും സഹബ, ഒരു കാലഘട്ടം കടന്നു വരും സഹബ. ലാ തൂജദുൽ മർഅതു ഹത്താ തൂജദുൽ മർഅതു ജഹാറൻ നിഹാറാ. പരസ്യമായി പരസ്യ പലകയിലേക്ക്, പരസ്യമായി കമ്പോളങ്ങളിലേക്ക്, പരസ്യമായി നാടുവഴികളിലേക്ക്, പരസ്യമായി ബീച്ച് റോഡുകളിലേക്ക്, പരസ്യമായി പൊതുവഴികൾ വെച്ചുകൊണ്ട് ചുണ്ടുകൾ കടിച്ചു മുറിക്കുകയും ശരീരം വെച്ചുകൊണ്ട് കാട്ടിപ്പിടരുകയും ഉമ്മവെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. لا توجد المرأة جهارا لا تقوم الساعة حتى توجد المرأة جهارا نهارا. പരസ്യമായ നിലയിൽ നട്ടുച്ചയ്ക്ക് നിന്നുകൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ചുംബനം നടത്തുന്ന ആളുകളെ നിങ്ങൾ കാണാതെ, വിഭജിക്കുന്ന ആളുകളെ കാണാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അഷ്റഫ് മുഹമ്മദ് മുസ്തഫ നമ്മള് കണ്ടില്ലേ? അത് എറണാകുളത്ത് കണ്ടില്ലേ? അത് കണ്ടോണ്ടിരിക്കുക, അത് കണ്ടോണ്ടിരിക്കണം അല്ലേ? നടന്നില്ലേ? പത്രത്തിലൂടെ നമ്മൾ കണ്ടു അല്ലേ? അങ്ങനെ പറയാം. ദൃശ്യമാധ്യമങ്ങളിലൂടെ, ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു, ദർശിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു അടയാളം ഇപ്പോൾ നിലമാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരു മടിയുമില്ലാത്ത നിലയ്ക്ക് ലജ്ജ എന്ന് പറയുന്ന സംഭവം തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമിഅ. അൽ ഹയാഉ വൽ ഈമാൻ, ലജ്ജയും വിശ്വാസവും എന്ന് പറയുന്നത് ഖുരിനാ ജമിഅ, രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്തൊക്കെ? ലജ്ജയും വിശ്വാസവും. ഇദാ റുഫിയൽ ആഖറു റുഫിഅ, ഇദാ റുഫിഅ ശൈഉ റുഫിയൽ ആഖറു. ആ ലജ്ജയോ വിശ്വാസമോ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായാൽ മറ്റേ വസ്തുവും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുമത്രേ. ലജ്ജ, ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് നഷ്ടപ്പെട്ടു പോകും? വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമിഅ. പഠിക്കേണ്ട ഒരു വാക്യമാണ്, പ്രവാചകന്റെ അധ്യാപനം. വിശ്വാസവും ഈമാൻ ആണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്ന ഈമാനും ലജ്ജ എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വസ്തുവും രണ്ടും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ഒരുമിക്കുന്ന വസ്തുക്കളാണ്. അതിൽ ലജ്ജ ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടാൽ, ലജ്ജ ഇല്ലാതായാൽ ഒരു പെണ്ണിന് ലജ്ജയില്ല. അവളുടെ ഭർത്താവിന്റെ മുന്നിൽ, അവരുടെ നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ, സഹോദരിമാരുടെ മുന്നിൽ ലജ്ജയില്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ലജ്ജയില്ല. പരസ്യമായി നടുകുമ്പോളം വെച്ചുകൊണ്ട്, കമ്പോളത്തിൽ വെച്ചുകൊണ്ട്, പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയും ശരീരത്തിന്റെ കാമവൃത്തി ചേർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ അവരിൽ നിന്ന് ഈമാൻ ഉയർത്തപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാ. അപ്പോൾ എന്ത് പോയി? വിശ്വാസം പോയി. വിശ്വാസം പോയാൽ അവനെത്തി എവിടെത്തി? നരകത്തിലെത്തി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസം പോയ നരകത്തിലെത്തി. കാരണം വിശ്വാസം പോകുന്നത് എങ്ങനെയാ? അവന്റെ ലജ്ജ ഉയർത്തപ്പെടുന്നതുകൊണ്ടാണ്. ഒരു പെണ്ണ് തലയിൽ തട്ടമിടുന്നില്ല എങ്കിൽ എന്താണ് സംഭവം? ലജ്ജയില്ല, ലജ്ജ പോയി അവളിൽ. ലജ്ജ പോയെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ലജ്ജ പോയി എങ്കിൽ അവളിൽ നിന്നും ഈമാനും പോകും, വിശ്വാസവും പോകും. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധ റസൂലിനെ കൊണ്ടുള്ള വിശ്വാസം, മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം, പരിശുദ്ധമായ ഖുർആനിനെ കൊണ്ടുള്ള വിശ്വാസം എല്ലാം എടുത്തു.
അങ്ങനെ എടുത്തു പോയാലോ അവൾ നരകത്തിലേക്ക് എറിയപ്പെടും. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ലജ്ജ നമ്മുടെ കാതലാണ്. ഒരു മുഅ്മിനിന്റെ ലജ്ജ വേണം. അതുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ പാചകം കഴിക്കാൻ പാടില്ലാത്തതാകുന്ന കായികനികൾ കഴിച്ചതിന്റെ പേരിൽ വസ്ത്രം ഉരിയപ്പെട്ടപ്പോ ആദമും ഹവ്വയും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും എന്താ ചെയ്തത്? രണ്ടുപേരും വേഗം തന്നെ സ്വർഗ്ഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറിച്ചു. ലജ്ജ വന്നതുകൊണ്ട് വേഗം തന്നെ അവർ നാണം മറിച്ചു. ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഖുർആൻ പറയുന്നത് സ്വർഗ്ഗത്തിലേതാകുന്ന ഇല അവർ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറച്ചു. കാരണം എന്താ? ലജ്ജയാണ്. ലജ്ജ വെളിവാകുക. ലജ്ജ വെളിവായി ഈമാൻ അവർക്ക്. അല്ലാഹു ആ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിന്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയായി വയക്സുറു സിനാ എന്തധികരിക്കും? വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരം അധികരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ حتى إن المرأة ليعشى المرأة ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സഹാബത്തേ സഹാബത്തേ എത്രത്തോളം അറിയുമോ വ്യഭിചാരം അധികരിച്ചിട്ട് ആ വ്യഭിചാരത്തിലൂടെ കുട്ടികൾ അധികരിക്കും സഹാബ, വ്യഭിചാരത്തിലൂടെ സന്തതികൾ അധികരിക്കും സഹാബ. അവരെ റോഡരികൾ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന കാലഘട്ടം നിങ്ങൾ കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയക്സുറു ഔലാദു സിനാ വിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ അധികരിക്കും സഹാബ. ഹത്താ ഇന്നൽ മർഅ ലയശൽ മർഅ ഒരു പുരുഷൻ അവൻ സ്ത്രീയുമായി പരസ്യമായിട്ട് നടു റോഡിൽ വെച്ചുകൊണ്ട് വലിയരികൾ വെച്ചുകൊണ്ട് അവർ അതാ വേഴ്ച നടത്തുന്നത് ജനങ്ങൾ കാണുമ്പോ അവരോട് പറയുമത്രേ ലവ് യഅ്തസൽതുമാ ഈ വഴിയിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പരസ്യമായി ജനങ്ങൾ ചോദിക്കുന്ന കാലഘട്ടം കടന്നു വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്യമായിട്ട് നടു റോഡിൽ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾ തന്നെ പറയും, എന്റെ ഹമുക്ക നീ ഒന്ന് മാറി നിന്നിട്ട് കാണിക്കുന്നു ഓടിക്കടന്നിട്ടാണ് എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ ഒരു കാലഘട്ടം വരും. ആര് പറയാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതിപ്പോ ചുംബന സമരത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ എതിർത്തില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്തുകൂടെ എന്ന് പറഞ്ഞില്ലേ? ജനങ്ങൾ പറഞ്ഞില്ലേ? പരസ്യമായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് വീട്ടിൽ പോയി ചെയ്തുകൂടെ? എതിർത്തില്ലേ? എതിർത്തു. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. ആ ഈമാൻ നമുക്ക് അല്ലാതെ നടക്കട്ടെ, നമുക്ക് പോയി ഒന്ന് കാണാലോ എന്ന് പറയുന്ന ഈമാനാകരുത്. നടക്കട്ടെ, അതൊക്കെ വേണമെന്ന് റോഡരികൾ വ്യഭിചരിച്ചിട്ട് അവരോട് പോയിട്ടൊന്ന് മാറിക്കിടന്ന് ചെയ്യാൻ പറയുന്ന ഒരു കാലഘട്ടം. അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് പഠിച്ചവനെ ആ കാലഘട്ടം വരെ കഴിയാതെ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ നീ സദസ്സിൽ ദ്വാരക്കുന്ന ആളുകളുണ്ട്. അവന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദ്വാരക്കുന്ന ഉണ്ട്. അങ്ങനത്തെ ആളുകളും ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു കാലഘട്ടം വന്നാൽ ശിറാറുൽ ഖൽഖാണ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യഭിചാരത്തെ എത്രത്തോളം ദൂഷ്യമായി പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, നിങ്ങൾ അന്യ പെണ്ണിലേക്ക് നോക്കുക പോലും അരുതേ. നോട്ടം എന്താണ്? ഹറാമാണ്. അന്യ പെണ്ണിലേക്കുള്ള ഒരു നോട്ടം അത് ഹറാം. അന്യ പെണ്ണിലേക്കുള്ള നോട്ടം എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അന്യ പെണ്ണിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് അനുയായികളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു അത്രേ, സഹാബത്തേ സഹാബത്തേ ഇയ്യാകും വൽ ഹവ്വാ, നീ നിന്നെ സൂക്ഷിക്കണേ. അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ, അവളുമായിട്ടുള്ള സങ്കലങ്ങളെ, അവളുമായിട്ടുള്ള കൂടിച്ചേരലുകളെ, അവളുമായിട്ടുള്ളതാകുന്ന സങ്കല്പങ്ങളെ നീ പരിപൂർണമായി ഒഴിവാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് അനുയായികൾ ചോദിച്ചു അത്രേ, അഫറഅയ്തൽ ഹമ്മ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ അവിടുത്തോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഹംബ് നബിയേ? അവിടുന്ന് പറഞ്ഞു തരണം നബിയേ. അവിടുന്ന്
അവിടുന്ന് പറഞ്ഞു അള്ളാന്റെ റസൂല് നിങ്ങൾ നിശ്ചയമായി നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം, അന്യ പെണ്ണുമായിട്ടുള്ള കൂടിക്കലിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഹംബിനെ സൂക്ഷിക്കണം. എന്താ ഹംബ്? قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംബ് എന്താണെന്ന് വിശദീകരിക്കുകയാ. ഒരു ചെറുപ്പക്കാരൻ അവന്റെ പ്രിയപ്പെട്ടതാകുന്ന ജ്യേഷ്ഠന്റെ ഭാര്യയോ അനുജന്റെ ഭാര്യയോ അവരാണ് ഹംബ്. അവരെ പോലെ കാണരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇയ്യാകും വൽ ഹംവാ. എത്രയോ കുടുംബ ജീവിതങ്ങളാണ് തകർന്നത്, എത്രയോ ദാമ്പത്യ ജീവിതങ്ങളാണ് തകർന്നത്. ഭർത്താവ് പ്രവാസ രോഗത്താണ്, പാവപ്പെട്ട സഹോദരനാണ്, 2-3 കൊല്ലമായി നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ആ സ്ത്രീയത അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനുജനുമായിട്ടോ ജ്യേഷ്ഠനുമായിട്ടോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കാണും സഹാബ. അത് ഖിയാമത്ത് നാളായിരിക്കും. അവർ ലൈംഗികമാകുന്ന വീഴ്ച നടത്തുന്ന കാലഘട്ടം നിങ്ങൾ കാണും സഹാബ. അന്ന് ഖിയാമത്ത് നാളായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു ഇയ്യാകും വൽ ഹംവാ അൽ ഹംവൽ മൗത്ത് അൽ ഹംവൽ മൗത്ത്. മരണത്തിന് തുല്യമാണ് ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനുമായിട്ടോ ഒരുമിച്ചിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അഥവാ ഒരു സ്കൂട്ടറിൽ ഒത്തൊരുമിരുന്നു കൊണ്ട് യാത്ര ചെയ്യൽ, അത് മരണത്തിന് തുല്യമാ. പരസ്പരം നിങ്ങൾ ജോഡികളാകരുതേ. അത് ഈ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അരാജകത്വമാണ്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് കുടുംബങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ വിള്ളലേൽക്കുന്ന കാര്യമാണ്. അറിയണേ, പഠിക്കണേ മുസ്ലിമേ. ഇത് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാതെ കടന്നു വന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അധ്യാപനമാണ്. ഒരിക്കൽ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെതാകുന്ന അനുജനെയോ ജ്യേഷ്ഠനോ ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരുമായി ഒരു റൂമിൽ നിങ്ങൾ താമസിക്കരുതേ. എത്രയോ ചെറുപ്പക്കാരാണ് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയാണ്, അവളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ബൈക്കിൽ 2 പേരും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുള്ള യാത്രയാണ്. നാട്ടുകാര് പലരും പറയട്ടെ, ഞങ്ങളൊരു കുടുംബമല്ലേ എന്ന് വാദിക്കുന്നവരെ ഹറാമാണ്, ഹറാമാണ്. ഇയ്യാകും വൽ ഹംവാ ഇയ്യാകും വൽ ഹംവാ. സൂക്ഷിക്കണേ സഹാബ, സൂക്ഷിക്കണേ സഹാബ. നിങ്ങളുടെ ഭർത്താവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ആയിട്ടുള്ള യാത്രകൾ സൂക്ഷിക്കണേ. അവരുമായി തനിക്കരിനെ സൂക്ഷിക്കണേ. പിശാചവർക്കിടയിൽ കടന്നു വരുമേ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ റിയലായിട്ട് നടക്കുന്ന സംഭവം. അറിയാതെ ചെയ്തു പോകുന്നതാണ്. അറിയില്ലായിരുന്നു ഉസ്താദേ, അത് അറിയില്ലായിരുന്നു. അതിന് പാപമോചനം തേടണം. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാവട്ടെ. അറിവില്ലാത്തവർക്ക് തൗബയാണ്. അല്ലാഹു വിശ്വാസത്തിലൂടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്തു പോയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ വീട്ടിൽ അങ്ങനെയൊക്കെ ഒറ്റയ്ക്കായിട്ടുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാകുന്നത് പോലെയല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്കാവുക വളരെ ഗൗരവമുള്ള കാര്യമാണ്. വീട്ടിൽ മനഃപൂർവ്വം ഒറ്റയ്ക്കാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പോയതുകൊണ്ട് മറ്റൊരു റൂമിലായതുകൊണ്ട് പ്രശ്നമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണലൊഴിവാക്കിക്കൊണ്ടായിരിക്കണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കാരണം പിശാച് എവിടെയാ കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പിശാച് നിങ്ങളുടെ രക്തത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കുമോ അവിടെയൊക്കെ പിശാച് കടന്നു വരും. മുഹമ്മദ് റസൂലുള്ളാഹി. ഉസ്താദേ, ജ്യേഷ്ഠന്റെ ഭാര്യ നമ്മൾ നോക്കൂല. അങ്ങനെ നിനക്ക് തനിച്ച് കിട്ടിയാൽ നിന്നെ പിശാച് വലയം വെക്കും. ഈ ഒരു പക്ഷേ നിന്റെ മനസ്സ് അങ്ങനെ പോയില്ലെങ്കിലും പിശാച് അങ്ങനെ കൊണ്ടുപോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ. റസൂലുള്ളാഹി പറഞ്ഞു തരാത്ത വസ്തുത എല്ലാ കാര്യവും വിശദീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് നിൽക്കുമ്പോൾ, സഫിയ ബീവിയായിട്ട് നിൽക്കുമ്പോൾ 2 അനുയായികൾ അതിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിട്ട് സംസാരിക്കുന്നത് എന്ന് അവരിങ്ങനെ നോക്കി. ആളെ മനസ്സിലായില്ല. ആ സഫിയ ബീവി സംസാരം കഴിഞ്ഞ് മറയിലൂടെ ഇരുട്ടിന്റെ മറവിലൂടെ അങ്ങനെ നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെ വിളിച്ചു, ഇവിടെ വാ, ഇവർ നടന്നുകൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞു. ഇവർ 2 പേരും പതുക്കെ നടന്നു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ആ പോയത് എന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി.
ഈ സ്വഹാബത്ത് വല്ലാതെ പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും? ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിക്കൂല. ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, തെറ്റിദ്ധരിക്കൂല. ഏതാ ആള് ഏതാ പെണ്ണെന്ന് പോലും അറിയൂല. നമ്മളാണെങ്കിൽ മൂലരോട് ഒരു പെണ്ണിനെ കണ്ട് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വാട്സാപ്പ് ഫേസ്ബുക്ക് ഞാൻ പറയാണ് നമ്മുടെ അവസ്ഥ പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തു. ദഅമാ യരീബുക ഇലാ മാലാ യരീബുക. പ്രവാചകന്റെ അധ്യാപനം. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, സംശയം തീർത്തു കൊടുക്കാതെ ആ പോകുന്നത് ആരാണ്? എന്റെ ഭാര്യ സഫിയയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറഞ്ഞു, നബിയെ, അവിടുത്തെ ഞങ്ങൾ തെറ്റിദ്ധരിക്കും? ഒരിക്കലും ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷേ ഫഇന്ന ശൈത്താന യജ്രി മജ്റ ദമി, പിശാച് രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. നിങ്ങളൊക്കെ അങ്ങോട്ട് പോയതിനു ശേഷം പിശാച് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിപ്പിക്കും, ആരായിരിക്കും നബിയുടെ കൂടെ കണ്ട പെണ്ണ് എന്ന് തോന്നിയാൽ അത് തെറ്റിദ്ധാരണ മനസ്സിൽ കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ സംശയം തീർത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കൊള്ളേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴല് പോലും ഉണ്ടാവാൻ പാടില്ല. വളരെ സസൂക്ഷ്മമായിരിക്കണം. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്യ പെണ്ണിനെ നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സഹാബാ മൻ മലഅനഹു ബിൽ ഹറാം മലഅല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ദുനിയാവാകും 60-70 വയസ്സുള്ള കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് ഹറാം കാണുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ കണ്ട് രസിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നത് വരെ, പാതിരാത്രി സമയം വരെ സീരിയൽ കണ്ടുകൊണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന ഉമ്മ, വാട്സാപ്പിന്റെ ലോകത്ത് ഫേസ്ബുക്കിന്റെ മുഖത്ത് മുഖം ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, പാതിരാത്രി സമയം കഴിഞ്ഞാലും ഇന്ത്യയുടെ ടെസ്റ്റ് കണ്ടുകൊണ്ട് കളിയും കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നതായ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പാതിരാത്രി സമയങ്ങളിൽ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിപ്പിക്കുകയും അശ്ലീലമാകുന്ന സിനിമകൾ കേട്ടുകൊണ്ട് കാതുകളെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സഹോദര സഹോദരി, അറിയണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ മലഅനഹു ബിൽ ഹറാം. ആരൊരുവന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ണ് നിറച്ചിട്ടുണ്ടോ, അഥവാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതാതെ, ഇദാ വഖഅതി ഓതാതെ, തബാറക സൂറത്ത് ഓതാതെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മാറ്റി വെച്ചുകൊണ്ട് സീരിയലിന്റെ ലോകത്തേക്ക് സമയത്തെ തിരിച്ചുവിട്ട പെങ്ങളെ, ഇശാ കഴിഞ്ഞിട്ട് കടന്നു വരുന്നതാകുന്ന ചെറുപ്പക്കാര്, സിനിമയുടെ ലോകത്തേക്ക് കണ്ണുകളെ തിരിച്ചുവിട്ടവരെ, പാതിരാത്രി സമയത്ത് നക്ഷത്രവന്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജിയോ സിമ്മിലൂടെ 4G കണക്ട് ചെയ്തുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമകള്, സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ കണ്ണിൽ അല്ലാഹു നിറയ്ക്കുമത്രേ നാളെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ വെച്ച് പഴിപ്പിച്ചെടുത്തതാകുന്ന ആണി കൊണ്ട് സുറുമയുടെ കണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചവന് നാളെ ആഖിറത്തിൽ അല്ലാഹു കണ്ണില്ലതാ കത്തിച്ചൊരിക്കുന്നതാകുന്ന ആണി കൊണ്ട് സുറുമയിട്ട് കൊടുക്കുമത്രേ. അല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. നരകത്തിലെ തീജ്വാല കൊണ്ട് അവന്റെ കണ്ണ് നിറച്ചു കൊടുക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരവസ്ഥ ചിന്തിച്ചു നോക്കി, ഈ ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് നടന്നത്. ഒരു പെണ്ണിലേക്ക് നോക്കാൻ പോലും പാടില്ല, അന്യ പെണ്ണിലേക്ക്. നിനക്ക് നോക്കാനല്ലേ നിന്റെ ഭാര്യയുള്ളത്, നല്ലതുപോലെ നോക്കണം. കണ്ടു മടുക്കുമ്പോഴത്തേക്ക് നീ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ മറ്റു പെണ്ണുങ്ങളെയല്ല വലത്തോട്ടും എടുത്തോട്ടും അല്ലേ. ഒരു ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ എന്താ, അടുത്ത വീട്ടിലെ അടുക്കളയിൽ പോയി നിന്നിട്ട് അങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ ജനലിൽ കൂടെ, അവരുടെ ജനലിൽ കൂടെ നമ്മുടെ ഭാര്യയെ നോക്കുമ്പോൾ അത് കൊള്ളാമല്ലോ, നല്ല സൗന്ദര്യമുള്ള, സൗന്ദര്യം കുറഞ്ഞു എന്ന് തോന്നും. അങ്ങനെ അല്ലാഹു സ്നേഹബന്ധം നിലനിർത്തി തരുമാറാവും. അപ്പോഴേ തോന്നുള്ളൂ, നമ്മുടെ അയൽവക്കത്തോട്ട് നോക്കുമ്പോ അവിടെ നല്ല സൗന്ദര്യമുള്ളൂ, നമ്മുടെ ഒന്നും സൗന്ദര്യമില്ല എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്ത്, ഇങ്ങോട്ട് നോക്കും. അപ്പൊ നിനക്ക് നല്ല സൗന്ദര്യമുള്ളതായിട്ടുള്ളതായിട്ട്
അള്ളാഹു ആ സൗന്ദര്യം നിലനിർത്തി പെരുമാറാവട്ടെ. ഇതൊരു ബന്ധമാണ് സഹോദരങ്ങളെ, ഇതൊരു ദൃഷ്ടമാകുന്ന കരാറാണ്. ഈ ഒരു കരാറിന് ഈ ഒരു നിശ്ചയം ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഒരിക്കലും തന്നെ ഇല്ലാതാക്കാൻ പാടില്ല. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ചർച്ച മുത്തലാഖൊക്കെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, യൂട്യൂബിലൊക്കെ ഉണ്ട് അതിന്റെ പ്രഭാഷണം, നിങ്ങളത് കേട്ട് മനസ്സിലായിക്കോളൂ. അതുമായി പറഞ്ഞത് ഞാൻ എന്റെ ജുമാ പ്രഭാഷണത്തിലൊക്കെ അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, പിന്നീട് നമുക്ക് സംബന്ധിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു വിഷയം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രിയ പാവപ്പെട്ട സഹോദരിമാരെ ത്വലാഖ് ചെല്ലുന്നു മുസ്ലിം സഹോദരങ്ങൾ. ഇവിടെ ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി റിപ്പോർട്ട് കണക്കാക്കി ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പോലും മുസ്ലിം സമുദായത്തിലെ ഗണ്യമാകുന്ന കുറവാണ് രേഖപ്പെടുത്തിയത്. മലപ്പുറം ജില്ല മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ഏറ്റവും ഗണ്യമാകുന്ന കുറവാണുള്ളത്. മുസ്ലിമീങ്ങളെ ടോട്ടൽ എടുത്തു നോക്കി തലാഖിന്റെ വിഷയത്തിൽ ഏറ്റവും കുറവാർക്കാ? മുസ്ലിമീങ്ങളെ മറ്റു മതസ്ഥരെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും എടുത്തു നോക്ക്. പിന്നെ ത്വലാഖിലേക്ക് എത്തിപ്പെടുന്നതാകുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കുമ്പോ അവിടെ തലാഖുകൾ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ സ്വഭാവം വളരെ ദൂഷ്യമായിരിക്കുക, സജ്ജന സ്ത്രീകളിൽ പെടാത്ത സഹോദരിയായിരിക്കുക, ഭർത്താവിന് അവൾക്ക് കൊടുക്കേണ്ടതാകുന്ന ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതകൾ ആ പെണ്ണിന് കൊടുക്കേണ്ട നിറവേറ്റേണ്ട ബാധ്യതകൾ ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം രോഗാതുരമാകുന്ന അവസ്ഥയിലെത്തുക. കാരണം എന്താ, ആ പെണ്ണിന് നല്ലൊരു ജീവിതം വേണ്ട, അവളെ ഒഴിവാക്കി കൊടുക്കേണ്ടി വരും. ഇത് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്. പെണ്ണിന് ഒരിക്കലും ബുദ്ധിമുട്ടിക്കലല്ല. ഏതുമായിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ത്വലാഖ് ചെല്ലാൻ വേണ്ടിയല്ല നിന്റെ ഭാര്യ നിന്റെ കയ്യിലേക്ക് ആ പെണ്ണിന്റെ ഭർത്താവ് വാപ്പ പിടിച്ച് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ബന്ധം ബലിഷ്ഠമാകുന്ന കരാറാണ്, അള്ളാഹുവിനോട് ചെയ്ത കരാറാണ്. നല്ല നിലയിൽ അവളുമായി നീ പെരുമാറി ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവൾ നിനക്ക് സ്വർഗത്തിലും ഭാര്യയായി കിട്ടണമെന്നാണ് നീ ആശിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. നമ്മൾ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ ദുനിയാവിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ആഖിറത്തിലൊരു ജീവിതമുണ്ട്, പാരത്രിക ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരല്ലേ? അങ്ങനെ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സ്വർഗത്തിൽ നമുക്ക് ഹൂറുലിങ്ങളോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സഖിയാക്കി തുണയാക്കി കിട്ടണം. ആരെ? നമ്മുടെ ഭാര്യമാരെ എന്ന് ആഗ്രഹിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. മറ്റൊരു മതത്തിലും അങ്ങനെയില്ല. നമുക്ക് പാരത്രിക ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട്, ഖബറിനെ കുറിച്ച് വിശ്വാസമുണ്ട്, മഹ്ശറയെ കുറിച്ച് വിശ്വാസമുണ്ട്, സ്വർഗ നരകങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ട്. സ്വർഗത്തിൽ ഒരുമിക്കുമ്പോ ഈ ദുനിയാവിൽ എന്റെ ഭാര്യ അവിടെ തന്നെ എനിക്ക് കിട്ടണം, ജീവിത സഖിയാക്കി തുണയാക്കി കിട്ടണമെന്ന് ആശിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരാളും ഈ ദുനിയാവിൽ തലാഖിനെ വേർപെടുത്താൻ കഴിയൂല. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. എന്താ നിങ്ങൾക്ക് ഒരു ആമീൻ പറയാൻ ഒരു മടി? സാദേ ഈ ദുനിയാവിൽ തന്നെ സഹിച്ച പോലെ ഇനി ആഖിറത്തിൽ ഇതിനെ വേണമെന്നാണ്. അങ്ങനെയാണോ? അല്ലാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വഭാവമൊക്കെ നന്നാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല ഖബൂലിയത്തുള്ള സ്ത്രീകളിൽ നമ്മുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ഭാര്യമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവർ തൊട്ടപ്പുറത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒച്ചത്തെ ആമീൻ പറയും, ഇല്ല കേൾക്കാല്ലേ? സ്വർഗത്തിൽ നമുക്ക് ഒരുമിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ ലോകം മുഴുവനും അവസാനിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 ഊത്തിലൂടെയാണ് ഈ ലോകം മുഴുവൻ അവസാനിക്കുക. 3 ഊത്തിലൂടെ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അസ്തമിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എല്ലാ വസ്തുക്കളും അസ്തമിക്കും. അതിൽ 1-2 ഊത്തിനെ കുറിച്ചും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിലൂടെയും സൂറത്തുൽ സുമറിലൂടെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ ഊത്ത് സൂറത്തുൻ നംൽ, രണ്ടാമത്തെയും മൂന്നാമത്തെ ഊത്ത് സൂറത്തുൽ സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ആ ഊത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഊത്തോടുകൂടി പിന്നെ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. തൗബയുടെ വാതിലങ്ങ് അടയുകയാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത കള്ളുകുടിക്കൽ, ദുനിയാവിൽ നമ്മൾ അനുഷ്ഠിച്ചതാകുന്ന ഹറാമാകുന്ന നോട്ടം, ഹറാമാകുന്ന പ്രവൃത്തികൾ എല്ലാത്തിനും കൊണ്ട് നമ്മൾ തൗബ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാരത്രിക ജീവിതം സന്തോഷകരമാകൂ. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. 2 അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം. മുഹമ്മദ് റസൂലുള്ളാഹി
قال رسول الله صلى الله عليه وسلم لا يقبل الله توبة عبد بساعتين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സ്വഹാബാ സഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെ സ്വീകരിക്കില്ല സഹാബാ, തൗബയെ സ്വീകരിക്കില്ല സഹാബാ. രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്താലല്ലാതെ അല്ലാഹു തൗബയെ സ്വീകരിക്കില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി. يوم يأتي آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ സ്വഹാബ. അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പാണ്, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുന്നതിന് മുമ്പാണ്. يوم يأتي آيات ربك لا ينفع نفسا إيمانها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന കാലഘട്ടം കടന്നു വരുമ്പോ അന്ന് ഖിയാമത്ത് നാളായിരിക്കും. ആ സമയത്ത് നീ ചെയ്തു പോയതാകുന്ന തെറ്റുകളെ കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല സഹോദരാ. നീ ചെയ്തതാകുന്ന തെറ്റുകളെ കുറിച്ച് നീ ജീവിതത്തിൽ കല്ലുകുടിച്ചവനാണ്, നീ വിഭജിച്ച് കണ്ണുകൊണ്ട് വ്യഭിചരിച്ചവനാണ്, നീ കണ്ണുകൊണ്ട് ഹറാമാകുന്ന സിനിമകൾ കണ്ടവനാണ്. പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഹറാമ കണ്ണുകൊണ്ട് കണ്ണതാകുന്ന മനുഷ്യനാണ് നീ. അതെല്ലാം വെച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നീ ആ സമയത്ത് വിചാരിച്ചാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, അവന്റെ ഈമാനിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ വിശ്വാസം പ്രയോജനപ്രദമാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനു മുമ്പ് തൗബ ചെയ്യണം? ഖിയാമത്ത് നാളിന് മുമ്പ് തൗബ ചെയ്യണം. മറ്റൊന്ന് രണ്ടാമത്തെ അവസ്ഥ അവന്റെ സക്കറാത്തിന്റെ ഹാലെത്തുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആർക്കാണ് തൗബയുള്ളത്, ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഈ ലോകത്ത് തെറ്റ് ചെയ്തതാകുന്ന മനുഷ്യർ ആരും തന്നെയില്ല, തെറ്റ് ചെയ്യാത്തതാകുന്ന ഒരു വ്യക്തികളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, കുല്ലു ബനി ആദമ ഖത്താ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്തവരാണ്, പാപികളാണ്, ദോഷികളാണ്. തെറ്റ് ചെയ്ത മനുഷ്യ, തെറ്റ് ചെയ്ത സഹോദരി, നിന്റെ തെറ്റ് റബ്ബിലേക്ക് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ, നീ വിജയിച്ചു ഈ ദുനിയാവും ആഖിറം കൊണ്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണമെത്തുന്നതിന് മുമ്പ്, സക്കറാത്തിന്റെ ഹാലെത്തുന്നതിന് മുമ്പ് റബ്ബിലേക്ക് തൗബ ചെയ്യണേ. ഒരു തെറ്റ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത മനുഷ്യൻ ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ അല്ലാഹുവേ ഞാൻ അറിയാതെ വിചരിച്ചു പോയിട്ടുണ്ട് അല്ലാ, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട് അല്ലാ, ഞാൻ ലഹരി പദാർത്ഥം നുണഞ്ഞിട്ടുണ്ട് അല്ലാ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ എന്റെ ചുണ്ടിനടിയിൽ തിരികിക്കൊണ്ട് നടന്നിട്ടുണ്ട് അല്ലാ, ഹറാമുകൾ ഞാൻ പലവട്ടം ദർശിച്ചിട്ടുണ്ട് അല്ലാ, സിനിമാ ടാക്കീസിലേക്ക് പല രീതിയിലുള്ള സിനിമകൾ കാണാൻ എന്റെ കാലുകൊണ്ട് നടന്ന് ഞാൻ ചെന്നിട്ടുണ്ട് റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. എന്റെ പാവപ്പെട്ട ഭാര്യയെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് റബ്ബേ, എന്റെ
പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് അല്ലാഹ്. ആ ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരെത്തി എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാപുറത്ത് കയറിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ കറങ്ങി നടന്നു റബ്ബേ. ലുലു മാളില് ഞാൻ എന്റെ രാവുകളെ തനിച്ചാക്കി അല്ലാഹ്. എത്രയെത്ര തിയേറ്ററുകളാണ്, എത്രയെത്ര സിനിമകളാണ്, എത്രയെത്ര മോശപ്പെട്ട ബീച്ച് റോഡുകളാണ് ഞാൻ എന്റെ സമയങ്ങളെ കൊണ്ടുപോയത് റബ്ബേ. എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് ആരൊരുവന് പൊറുക്കരുണ തേടുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു വദൂദാണ്, അല്ലാഹു ഹലീമാണ്. അല്ലാഹുവിനെ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ വലൈസതി തൗബതു ലില്ലദീന യഅമലൂന وليست التوبة للذين يعملون തൗബ ചെയ്യാതെ തെറ്റുകൾ നിരതനാകുന്ന സഹോദര, കള്ളുകുടിയുമായി നിന്റെ ജീവിതം നീ കൊണ്ടു നടക്കുമ്പോ, സിനിമയുമായി നിന്റെ ജീവിതം കൊണ്ടു നടക്കുമ്പോ, ഹറാമാകുന്ന പ്രവർത്തനങ്ങളുമായി നിന്റെ സമയത്തെ നീ ചെലവഴിക്കുമ്പോ, ലോട്ടറി എടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് നിന്റെ സമ്പത്ത് കൊഴുത്തുകൂട്ടി നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്റെ മക്കളെ നീ കൊഴിപ്പിക്കുമ്പോ, 10 ലക്ഷം കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട്, പലിശ കൊണ്ട് നിന്റെ പാവപ്പെട്ട ഭാര്യയെ, നിന്റെ പാവപ്പെട്ട വൃദ്ധരാകുന്ന മാതാപിതാക്കളെ, നിന്റെ പ്രിയപ്പെട്ട കൊച്ചു പൈതങ്ങളെ ഭക്ഷണം നൽകിക്കൊണ്ട് ഹറാമ തീറ്റിക്കുന്ന സഹോദര, നീ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്തിൽ നിന്ന് നീ മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. മരിക്കുമ്പോ നിനക്ക് വല്ലാത്ത പ്രയാസകരമായിരിക്കും. ആരുടെ മണ്ണിന്റെ ഇരുട്ടതയാകുന്ന ഖബർ നിനക്ക് വല്ലാത്ത പ്രയാസകരമായിരിക്കും അത്രേ. വലൈസതി തൗബതു ലില്ലദീന യഅമലൂന ദുനിയാവിൽ തെറ്റുമായി കർമ്മ നിരതരാകുന്ന ആളുകളല്ലയോ, അവസാനം അവർ തൗബ ചെയ്യുകയാണ്. ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അവന്റെ സമയമെത്തുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവന്റെ കൂട്ടാളികളും കടന്നു വന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുമ്പോ അവന് റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാഹ്, എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വിടണേ അല്ലാഹ്. ഞാൻ നന്മ ചെയ്തുകൊള്ളാം, ഞാൻ സുഹൃതം അനുഷ്ഠിച്ചുകൊള്ളാം, ഞാൻ പാപങ്ങളെ സഹായിച്ചുകൊള്ളാം, ഞാൻ നിരാലംബര കവലംബമാകാം, ഞാൻ അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്തുകൊള്ളാം, ഞാൻ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി സമ്പത്ത് കൊടുത്തുകൊള്ളാം അല്ലാഹ്, എന്നെ ദുനിയാവിലേക്ക് നീ ഒന്ന് തിരിച്ചു വിടണേ എന്ന് മരിക്കുന്ന സമയത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിന്നെ ദുനിയാവിലേക്ക് അല്ലാഹു മടക്കുകയോ നിന്റെ തൗബ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഏതൊക്കെ അവസ്ഥ? ഒന്ന് സക്കറാത്തുൽ ഹാല്, തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കുന്നത്. മറ്റൊന്ന് രണ്ടാമത്തെ എന്താ? 500 രൂപ എന്ത് പറയുന്നത്? ഇപ്പോഴും അവിടെ ഇരിക്കാൻ 500 രൂപ നോട്ട് മാറുന്നതിന് ഏതാണ് രണ്ടാമത്തേതാ? സൂര്യൻ പടിഞ്ഞാറെന്ന് നിൽക്കുന്നത് പറഞ്ഞാൽ ഖിയാമത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ രണ്ടവസ്ഥയും ഓരോരുത്തരുടെയും എന്താണെന്ന് അറിയാൻ പറ്റുന്നവരൊന്ന് കൈവക്കിക്കേ. അവിടെ ആരണ്ടൊക്കെ കൈവക്ക് അറിയാതെ എന്താണ് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാമോ? ഒരാൾക്കും അറിയൂല. ഖിയാമത്താണ് എന്താണെന്ന് അറിയൂല. പിന്നെ സക്കറാത്തിന്റെ ഹാൽ എന്താണെന്നറിയോ? ഡേറ്റ് എന്നാണെന്ന് അറിയാൻ പറ്റുമോ? ഏത് സമയത്താണെന്നറിയോ? ഈ വഅദ് പൂർത്തീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ടോ? കേൾക്കുന്ന ശ്രോതാക്കളാകുന്ന നിങ്ങളിൽ എത്ര പേര് വീട്ടിൽ പോയി കടന്നിട്ട് നേരം വിളിപ്പിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? ഒരാൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എത്രയും പെട്ടെന്ന് തൗബ ചെയ്തോളൂ എന്നാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം.
അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഇഞ്ചിഞ്ചായി വേർപെടുത്തി കൊണ്ടുപോകുന്ന അവസരം ഒരു മുഅ്മിനും അറിയില്ല, ഒരു മുഅ്മിനത്തിനും അറിയില്ല. എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല. തൗബ എത്രയും പെട്ടെന്ന് ചെയ്യണം. തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാ? തൗബയുടെ നിബന്ധനകൾ 4 നിബന്ധനകളാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. 4 നിബന്ധനകൾ ഇതൊക്കെ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. റമളാൻ 27 നമ്മൾ തൗബ ചെയ്ത് ഇറങ്ങിയതാ. നേരെ പോയി തിയേറ്ററിൽ സിനിമ ബുക്ക് ചെയ്തു. പെരുന്നാളിലന്ന് പോയി സിനിമയും കണ്ടു റാഹത്തായി. അല്ലേ? അന്ന് 27 രാവിലെ അന്ന് ഉസ്താദ് ചൊല്ലിത്തന്ന തൗബ നമ്മളൊന്ന് ഏറ്റു ചൊല്ലി. അതല്ലാതെ നമ്മൾ പിന്നീട് ചെയ്ത തെറ്റുകളിൽ നിന്ന് നമ്മളൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെ നമ്മളെല്ലാവരും തൗബ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. തൗബ നമ്മൾ ചെയ്തിട്ടില്ല. എന്താണ് തൗബ? അത്തൗബത്തു അന്നദം സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൗബ എന്ന് പറഞ്ഞാൽ ഖേദമുണ്ടാവലാണ്, ദുഃഖമുണ്ടാവലാണ്. തൗബയുടെ നിബന്ധനകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്ര എണ്ണമാണ്? 4 നിബന്ധനകളാണ്. 4 എണ്ണമാണ്. അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഖേദമുണ്ടാവുക. അതാണ് മർമ്മപ്രധാനം. ആദ്യമായിട്ട് ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് എന്താ? നമുക്ക് നല്ല ഖേദമുണ്ടാകണം. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദം. ആ ഖേദമുണ്ടായാൽ നീ വിജയിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് മനുഷ്യന് ഇല്ലാതെ പോകുന്ന വസ്തുത അതാണ്. ഒരു തെറ്റ് ചെയ്താൽ അതവന് ഖേദമില്ല. ഒരു സിനിമ കണ്ടു, ആ സിനിമ കണ്ടതിന് പേരിൽ അവന് സന്തോഷമല്ലാതെ ഇതുകൊണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഓർത്തിട്ട് അവനെ തെറ്റാണ് ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ട് ഖേദം ഉണ്ടാകുന്ന ഒരു മനസ്ഥിതി നമ്മുടെ മക്കൾക്കുണ്ടോ, നമുക്കുണ്ടോ, നമ്മുടെ സഹോദരിമാർക്കുണ്ടോ? ചിന്തിച്ചു. അതില്ലാതെ വരുന്നത് അപകടമാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, തെറ്റ് ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്തവരാണ് നമ്മളൊക്കെ. ആ തെറ്റ് ചെയ്തതാകുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, ഖേദമുണ്ടാകണം. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇതിന്റെ അല്പം ഒരു കണ്ണുനീരോടുകൂടിയുള്ള ഒരു ഖേദമായിരുന്നു. ഒരു അഭിനയത്തിന്റെ ഖേദമല്ല, മറിച്ച് യഥാർത്ഥമാകുന്നതിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ഖേദമായിരിക്കണം അവൾ ഉണ്ടാവേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. اطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. ഏതൊക്കെയാണ് തൗബയുടെ ഘടകങ്ങൾ? ഉലമാക്കൾ രേഖപ്പെടുത്തി. ഒന്നാമതായി ഖേദം, രണ്ടാമതായി ഏത് തെറ്റാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് ഒഴിയുക, പരിപൂർണമായി ഒഴിയുക. രണ്ടാമത്തത് കഴിഞ്ഞു, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ പിന്നെ മൂന്നാമത്തത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആ തെറ്റ് ഇനി ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അതാണ് നമുക്കില്ലാതെ പോകുന്ന സംഗതി അതാണ്. നമ്മൾ തെറ്റിൽ നിന്ന് ഖേദിക്കും, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു തൽക്കാലം നിൽക്കും. പക്ഷെ ഇനി ഒരിക്കലും ഇത് ചെയ്യൂല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യൂല. നമുക്ക് ഖേദമുണ്ട്. അത് മാത്രമല്ല, തൗബയുടെ നിബന്ധനകൾ, ശുറൂത്തുകൾ ഇതൊക്കെ മേളിക്കണം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖേദം വേണം, അതാണ് ഏറ്റവും അടിസ്ഥാനം. രണ്ടാമതായി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമതായി ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അതല്പം കടുപ്പമുള്ളതാണ്. സൃഷ്ടികളോടുമായി ബന്ധപ്പെട്ട, അതായത് നിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട, നിന്റെ ഭാര്യ, നിന്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, അവരുമായി ബന്ധപ്പെട്ട ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നീ പൂർത്തീകരിക്കണം. എന്നിട്ട് നിന്റെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കടബാധ്യതകൾ, കടം വാങ്ങിയിട്ട് അത് കടംതിരിച്ചു കൊടുക്കൂല. ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു വെക്കുക. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുക? ഭയങ്കര ദുആയാണ്, അല്ലെ ഭയങ്കരമായ തൗബ ചെയ്യല. അല്ലാഹു സ്വീകരിക്കൂല. ആ ദുആ ആകാശത്തേക്ക് എത്തൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തൗബയെ സ്വീകരിക്കൂല അല്ലാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നീ പരിപൂർണമായി പാലിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 രീതിയിലാണ് മനുഷ്യന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എത്ര നിലയ്ക്കാണ്? ഒന്ന് പറ മനുഷ്യന്മാരെ, 3 രീതിക്കാണ്.
3 രീതിക്കാണ് നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുക. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു റഖീബ് അതീദ് അലൈഹിസ്സലാം. റഖീബ് അതീദ് 2 മലക്കുകൾ മുഖേന നിങ്ങളുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുകയാണ്, നബിയേ നബിയേ അവിടുന്ന് അറിയണേ, മനസ്സിലാക്കണേ, 2 മലക്കുകളെ അല്ലാഹു മനുഷ്യന്റെ മേൽ അധീനപ്പെടുത്തിയത്രേ. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. മനുഷ്യന്റെ വലതുഭാഗത്ത് റഖീബും മനുഷ്യന്റെ ഇടതുഭാഗത്ത് അതീതെന്ന് 2 മലക്കുകളെ നാം സ്ഥാനീകരിച്ചു വെച്ച് 2 പേരെ വരെ നാം നിലനിർത്തിയത്രേ. അയൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യനവന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ച് തീർക്കുന്നതും നാവ് കൊണ്ട് ഉച്ചരിക്കാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതുമല്ല എല്ലാ നന്മ തിന്മകളെയും അവന്റെ വലതുഭാഗത്തുള്ള മലക്കും ഇടതുഭാഗത്തുള്ള മലക്കും കൂടി രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. റഖീബ് അതീദ് 2 മലക്കുകൾ മുഖേന നന്മ തിന്മകളെ രേഖപ്പെടുത്തുന്നു. ഇനിയൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അഅ്ലാഉഹു, മനുഷ്യന്റെ അവയവങ്ങൾ അവന്റെ അടയാളങ്ങളെ എഴുതുമത്രേ നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ അവയവങ്ങൾ, കൈ, നമ്മുടെ കാല്, നമ്മുടെ കേൾവി, നമ്മുടെ കാത്, നമ്മുടെ മൂക്ക്, നമ്മുടെ നാക്ക് ഒക്കെ രേഖപ്പെടുത്തി വെക്കും. റഖീബ് അതീദ് മാത്രമല്ല രേഖപ്പെടുത്തുന്നത്. ഇവിടെ പൊളിച്ചു നോക്കിയാൽ മലക്കിനെ കാണാൻ ഇല്ലല്ലോ. ഈ കൈയും കാലും ഒക്കെ നമ്മുടെ അമലുകളെ രേഖപ്പെടുത്തും. ആര് പറയാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയില്ലേ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തുമ്പോൾ മനുഷ്യന്റെ നാവുകൾക്ക് നാം സീൽ വെക്കപ്പെടും, അവന്റെ വായകൾക്ക് സീൽ വെക്കപ്പെടും, അവന്റേതാകുന്ന കൈകാലുകൾ സംസാരിക്കും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തുമ്പോ ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരുടെയും നാവുകളെ, അവരുടെ വായകളെ നാം സീൽ വെക്കപ്പെടുമത്രേ. നാവ്, ഈ നാവ് പോലെയല്ലേ നമ്മുടെ വിരല്. ചിന്തിച്ചു നോക്ക്, നാവിന് സംസാരശേഷി അല്ലാഹു അല്ലേ? ഈ നാവ് കിടന്നിങ്ങനെ ചലിക്കുന്നുണ്ടല്ലേ നമ്മൾ കേൾക്കുന്നത്. ഇതേ സംസാരിച്ച് കൈക്കനെ റബ്ബ് കൊടുത്താൽ, അല്ലാഹു കൊടുത്താൽ കൈ സംസാരിക്കൂലേ? മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു പറയുന്നു, ഈ നാവിനുള്ളതാകുന്ന ഭൗതിക ലോകത്തുള്ളതാകുന്ന സംസാര വൈഭവശേഷി ഞാൻ പടച്ചറപ്പ് അല്ലാഹു പറയുന്നു, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെ ദർബാറിലെത്തുമ്പോൾ ഈ നാവിന്റെ ശേഷി നാവങ്ങ് സീൽ വെക്കപ്പെടും. നാവിന് സംസാരിക്കാൻ പറ്റൂല. കാരണം നാവിലപ്പോ കള്ളം പറഞ്ഞേക്കാം, നാവിനവിടെ സീൽ വെക്കപ്പെടും. എന്നിട്ട് എന്ത് സംസാരിക്കും? കൈ സംസാരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കൈ സംസാരിക്കുമത്രേ, കൈ സംസാരിക്കുമത്രേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അറിയാൻ വേണ്ടി കുമ്മന മുസാദി സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തതായ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്നമൻ വദഅ യദഹു അലംറഅ لا تحل له لا تحل له بالشهوة.
എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണേ, ദുനിയാവിൽ വെച്ചുകൊണ്ട് സുന്ദരമാകുന്ന ഭക്ഷണങ്ങൾ ഭക്ഷണശാലകൾ പോയി, റെസ്റ്റോറന്റിൽ പോയി, പാതിരാത്രി സമയത്ത് എൻഫീൽഡുമായി കടന്നു ചെന്നിട്ട് ആ റെസ്റ്റോറന്റിന് മുന്നിൽ 350 ക്ലാസിക് വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ കയറി സുന്ദരമാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് എൻഫീൽഡിൽ പറപ്പിച്ച് വീട്ടിൽ പോയി കടന്നുറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാര സഹോദരങ്ങളെ, പാതിരാത്രി സമയത്ത് നീ നടത്തുന്ന അശ്ലീലതകൾ എന്തൊക്കെയാണ്, മോശപ്പെട്ട പ്രവണതകൾ എന്തൊക്കെയാണ്. വെള്ളത്തിന്റെ ബൂട്ട് കട്ട് ചെയ്തിട്ട് വല്ലാത്ത ശബ്ദത്തോടുകൂടി നാട്ടിലുള്ള ആളുകളെ മുഴുവനും ഉറക്കപ്പെടുത്തിക്കൊണ്ട് നടന്ന രാവുകളെ കുറിച്ച് ഓർമ്മയിലോ ചെറുപ്പക്കാരാ, എത്രയെത്ര സ്ത്രീകളാണ്, എത്രയെത്ര വൃദ്ധരാണ് ആ ബുദ്ധിമുട്ട് സഹിച്ചത്. നാട്ടിലുള്ളവർക്ക് മുഴുവൻ പ്രയാസമായില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, അത്തരത്തിലുള്ള ചെറുപ്പക്കാരാകുന്നതാകുന്ന ആളുകൾ, ഫിസ്ബായിക്കിന്റെ വക്താക്കൾ തന്റെ ശരീരത്തെ സിനിമാ നടന്മാരെ പോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നതാകുന്ന സഹോദരങ്ങള്, അവരെ ബസ്സിന്റെ കണ്ടക്ടറായിട്ട് ബസ്സിന്റെ കിളിയായിക്കൊണ്ട് നിൽക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടികൾ ബസ്സിന്റെ മുന്നിലെ സീറ്റിലേക്ക് അവരതാ ബസ്സിന്റെ സൈഡ് വരാന്തയിലൂടെ അവർ മുന്നോട്ട് കയറുമ്പോ അവരുടെ ശരീരത്തിന്റെ മാംസതളമാകുന്ന ഭാഗങ്ങളിൽ നിന്റെ കൈയൊന്ന് സ്പർശിച്ചാൽ അന്നമൻ വലഅയദഹു അൽഅംറാ, ഒരു പെണ്ണിനെ അവൻ നോക്കിയില്ല, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവൻ നോക്കിയില്ല, ആ പെണ്ണിന്റെതാകുന്ന ശരീരത്തിന്റെ ഏതെങ്കിലും മാംസതളമാകുന്ന ഭാഗങ്ങളിൽ അവൻ മനഃപൂർവ്വം കൈകൊണ്ടുവന്ന് വെച്ചാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമത്രേ. തൃക്കാക്കരയിലുള്ള സഹോദരനാകട്ടെ, മലയപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരനാകട്ടെ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമത്രേ. എന്തുകൊണ്ടെന്നറിയുമോ? ദുനിയാവിൽ അവൻ തൃക്കാക്കരയിൽ നിന്ന് വടക്കോട്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ അവൻ കിളിയായി നിലകൊണ്ടവനാ. അവൻ ബസ്സിൽ കയറിയപ്പോ അവൻ അതാ പാവപ്പെട്ട സഹോദരിമാരുടെ ശരീരത്തിലേക്ക് മുട്ടിരിമി നിന്നുകൊണ്ട് അവൻ വികാരം ശമിപ്പിച്ചവനാണ്. അവൻ അവളെ ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക്, വൈകൃതമാകുന്ന സ്വഭാവം അവന്റെ ശരീരത്തിൽ ഊട്ടപ്പെട്ടതിന്റെ പേരിൽ അവനെ രതി നിർവേദം നടത്തിയവനാ. അത്തരത്തിലുള്ള ആളുകളെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് അവന്റെ രണ്ട് കൈകളും അവന്റെ പിരടിയിലേക്ക് വെച്ച് കെട്ടുമത്രേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ കടന്നു വരുമ്പോ അവന്റെ രണ്ട് കരങ്ങളും അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് കെട്ടപ്പെട്ടിട്ടുണ്ടാകും അത്രേ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ബസ്സിൽ വെച്ചുകൊണ്ടോ, ബീച്ച് റോഡിൽ വെച്ചുകൊണ്ടോ, പൊതുനിരത്തിൽ വെച്ചുകൊണ്ടോ അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ, അവരുടെ കവിൾത്തടത്തിൽ വേണ്ട അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീ ചുംബിച്ചു പോയിട്ടുണ്ടെങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചതാകുന്നതായ കത്രിക കൊണ്ട് അവന്റെ രണ്ട് ചുണ്ടുകളെയും അല്ലാഹു മുറിച്ച് മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗബ ചെയ്യണേ ചെറുപ്പക്കാരേ, തൗബ ചെയ്യണേ സഹോദരാ. നീ ദുനിയാവിൽ എത്രയെത്ര പെണ്ണുമായിട്ടാണ് നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ശാരീരിക വീഴ്ച ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാവപ്പെട്ട പെണ്ണിന്റേതാകുന്ന ഫോട്ടോ അവള് ചാറ്റ് മുഖേന നിനക്ക് നൽകുമ്പോ അത് മോർഫിംഗ് നടത്തിയിട്ട് അശ്ലീലമാകുന്ന സിനിമകളിലേക്ക് നീ ചേർത്ത് വെച്ചില്ലയോ? ആ സിനിമകൾ കാണിച്ചിട്ട് നിന്റെ ഈ ബോഡി ലോകത്തിന് മുഴുവൻ ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി സമയത്ത് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സഹോദരിയെ കൊണ്ടുവന്ന് പറമ്പത്തും പാടത്തും കൊണ്ടുവന്ന് അവരുടെ ശരീരത്തെ നശിപ്പിച്ചില്ലയോ? നീ ഒരു ചുംബനമാണ് കൊടുത്തതെങ്കിൽ പോലും നരകത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ച കത്രി കൊണ്ട് നിന്റെ രണ്ട് ചുണ്ടുകളെ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ കൊണ്ട് നിന്റെ ചുണ്ടിനെ മുറിച്ചു മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവളുമായിട്ടെങ്ങാണ് നീ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ
നിന്റെ ഇടത് കാലിന്റെ തുടയല് അല്ലാഹുവിന്റെ ദർബാറിലെത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിന്നുകൊണ്ട് പറയുമത്രേ, നിന്റെ ഇടത് കാലിന്റെ തുടയല് റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹ് ഞാൻ സാക്ഷിയാണ് റബ്ബേ, ഇന്ന പെണ്ണിനെ, ഇന്ന മഹല്ലത്തിലുള്ള സഹോദരിയെ, ഇന്ന നാട്ടിലുള്ള പെണ്ണിനെ ബാംഗ്ലൂർ വരെ പഠിക്കാൻ പോയപ്പോ, ബാംഗ്ലൂരിലേക്ക് ഇവൻ വണ്ടി കയറിയപ്പോ ആ പെണ്ണുമായിട്ട് ഇവൻ തൊട്ടൊരുമി നിന്നു. അല്ലാഹ് ഞാൻ സാക്ഷിയാണെന്ന് നിന്റെ ഇടതുകാലിന്റെ തുടയല് നിനക്കെതിരായി സാക്ഷി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞത്, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതാകുന്ന സർവ്വ നന്മകളും, നിങ്ങൾ പ്രവർത്തിച്ചതാകുന്ന സന്മതിന്മകളും അല്ലാഹുവിന്റെ ദർബാറിൽ വിളിച്ചു പറയുക നിങ്ങളുടെ നാവുകളല്ല, നിങ്ങളുടെ കൈകളാണ്.